ഓരോ ഭാഷ അറിഞ്ഞിരിക്കുമ്പോഴും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഇംഗ്ലീഷിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പം സാധാരണ ഭാഷയിൽ സംസാരിക്കുമ്പോഴായാലും എഴുതുമ്പോഴായാലും ഒക്കെ ഉപയോഗിക്കുന്ന നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന, അതായത് നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പറയണം, ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഐ ലവ് ഹിം എന്ന് പറയുന്നു. ഇപ്പം ഞാൻ എന്നതിന് നമുക്ക് അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ ഞാൻ എന്നതിനെ പറയാവുന്ന മീ, മൈ, മൈൻ. ഇപ്പം എന്നെ, എൻ്റെ, എൻ്റേത് എന്ന് പറയുന്ന അതിന് നമ്മൾ പ്രോനൗൺസ് അല്ലെങ്കിൽ സർവനാമങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഈ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ എന്തുമാത്രം നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിൽ നാം സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ ഐ എന്നതിന് മീ, മൈ, മൈൻ എന്ന് വ്യത്യസ്തമായ പ്രോനൗൺസ് നമുക്ക് കൊടുക്കാം. എന്നാൽ യു ആണെങ്കിലോ അവിടെ നമുക്ക് യുവർ അല്ലെങ്കിൽ യുവേഴ്സ്, ഹീ വരുമ്പോൾ ഷീ അല്ലെങ്കിൽ ഹർ, ഹീ വരുമ്പോൾ ഹിസ് അല്ലെങ്കിൽ ഹിം. അപ്പം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്നെ തന്നെ, അല്ലെങ്കിൽ അവനെ തന്നെ, അവളെ തന്നെ എന്നൊക്കെ പറയാറുണ്ട്. അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ് സെൽഫ് ഉപയോഗിച്ച്. അതായത് ഇപ്പം എന്നെ തന്നെ എന്ന് പറയുമ്പോൾ ഇവിടെ മൈസെൽഫ് എന്ന് പറയാം. എന്നാൽ നിന്നെ തന്നെ എന്നാണെങ്കിൽ യുവേഴ്സ് സെൽഫ്, നിങ്ങളെ തന്നെ എന്ന് പറയുന്നതിനും യുവേഴ്സ് സെൽഫാണ്. എന്നാൽ അതുപോലെ താങ്കളെ തന്നെ എന്നൊക്കെ പറയാം. അവനെ തന്നെ എന്നാണെങ്കിൽ ഹിംസെൽഫ്, അദ്ദേഹത്തെ തന്നെ എന്നതിനും ഹിംസെൽഫാണ്. അവളെ തന്നെ ഹർ സെൽഫ്, അതിൽ തന്നെ ഇറ്റ് സെൽഫ്, അതിനെ എന്ന് പറയുന്നതിന് ഇറ്റ് സെൽഫ് പറയാം. അപ്പോൾ എന്നെ തന്നെ എന്നതിന് മൈ സെൽഫ്, നിങ്ങളെ തന്നെ എന്ന് പറയുന്നതിന് യുവർ സെൽഫ്, അവനെ തന്നെ എന്ന് പറയുമ്പോൾ ഹിംസെൽഫ്, എന്നാൽ അവളെ തന്നെ എന്ന് പറയുന്നതിന് ഹർ സെൽഫ്. അപ്പം നോക്കൂ, ഈ ജോലി ഞാൻ തന്നെ ചെയ്തു കൊള്ളാം എന്ന് പറയുകയാണെങ്കിലോ അവിടെ ഐ മൈസെൽഫ് വിൽ ഡു ദിസ് വർക്ക്, ഐ മൈസെൽഫ് വിൽ ഡു ദിസ് വർക്ക്. അപ്പം അവിടെ ഞാൻ തന്നെ എന്ന അർത്ഥത്തിലാണ് ആ മൈസെൽഫ് ഉപയോഗിക്കുന്നത്. നീ തന്നെ ഇത് കൊണ്ടുവരണമെന്നാണെങ്കിൽ യു യുവർ സെൽഫ് മസ്റ്റ് ബ്രിങ് ഇറ്റ്, നീ തന്നെ ഇത് കൊണ്ടുവരണം, യു യുവർ സെൽഫ് മസ്റ്റ് ബ്രിങ് ഇറ്റ്. അവനെ തന്നെ, അവൻ്റെ തന്നെ വിരൽ മുറിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഹീ കട്ട് ഹിസ് ഫിംഗർ ഹിംസെൽഫ്, ഹീ കട്ട് ഹിസ് ഫിംഗർ ഹിംസെൽഫ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ തന്നെ ചെയ്തു കൊള്ളാം, ഐ മൈസെൽഫ് വിൽ ഡു ദിസ് വർക്ക്. നീ തന്നെ ഇത് കൊണ്ടുവരണം, യു യുവർ സെൽഫ് മസ്റ്റ് ബ്രിങ് ഇറ്റ്. അവൻ്റെ വിരൽ തന്നെത്താനെ മുറിച്ചു, ഹി കട്ട് ഹിസ് ഫിംഗർ ഹിംസെൽഫ്. ഓക്കെ, എന്നാൽ മറ്റ് ചില വാചകങ്ങൾ അത് നമുക്ക് അതിന് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്നൊക്കെ പറയാം. അതൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട, സംസാരിക്കാൻ പഠിക്കുമ്പോൾ അത് മാത്രം പഠിച്ചു പോവുക. ഇപ്പോൾ ഇത് എൻ്റെ പുസ്തകമാണ്, അതിനെന്ത് പറയും? ദിസ് ഈസ് മൈ ബുക്ക്, ഇത് എൻ്റെ പുസ്തകമാണ്, ദിസ് ഈസ് മൈ ബുക്ക്. എന്നാൽ ഇത് എൻ്റെ, ഇത് എന്നുള്ളതിന് കൂടുതൽ വരുമ്പം ഇവ എൻ്റെ പുസ്തകങ്ങളാണ് എന്ന് പറയുമ്പോൾ ദീസ് ആർ മൈ ബുക്സ്, ദീസ് ആർ മൈ ബുക്സ്. അപ്പം ദിസ് ഈസ് മൈ ബുക്ക്, ഇതെൻ്റെ പുസ്തകമാണ്, ഇതെൻ്റെ പുസ്തകങ്ങളാണ്, ദീസ് ആർ മൈ ബുക്സ്. അത് അദ്ദേഹത്തിൻ്റെ ബുക്കാണ്, ദിസ് ഈസ് ഹിസ് ബുക്ക്. അത് അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണെങ്കിലോ ഇവ അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് എന്നാണെങ്കിലോ ദീസ് ആർ ഹിസ് ബുക്സ്. ഓക്കെ, ദീസ് ആർ ഹിസ് ബുക്സ്. എന്നാൽ അത് അവരുടെ ബുക്കുകളാണ്. ഇപ്പം അതെന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം മാറിയിരിക്കുകയാണെങ്കിൽ ദോസ് ആർ ദെയർ ബുക്സ്, ദോസ് ആർ ദെയർ ബുക്സ്. അപ്പോൾ ഇവിടെ നോക്കൂ, ദിസ് എന്നത് ഇത് എന്നാണെങ്കിൽ ദീസ് എന്നത് ഇവ എന്നാവുന്നു. എന്നാൽ നമുക്ക് അവിടെ ഇടയ്ക്കൊരു ദാറ്റ് ആഡ് ചെയ്യാം. അത് എന്നാവണമെങ്കിൽ ദാറ്റ് പറയാം, എന്നാൽ അവ എന്നാവുമ്പോഴേക്കും ദോസിലേക്ക് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ദിസ്, ദാറ്റ്, ദോസ് പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരാളെ
പ്രത്യേകമായിട്ട് എടുത്ത് പറയാതെ നമ്മൾ പൊതുവായിട്ട് പറയുമ്പോഴും ഒരാളെ പ്രത്യേകമായിട്ട് പേര് പറയാതെ പറയുമ്പോഴും ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതുകൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ പറയണം, ഏതൊരാളും മുതിർന്നവരെ ബഹുമാനിക്കണം. അപ്പോൾ അവിടെ നമുക്ക് വൺ എന്നുപയോഗിക്കാം. വൺ ഷുഡ് ഒബേ വൺസ് എൽഡേഴ്സ്. അപ്പം ഏതൊരുവനും അല്ലെങ്കിൽ ഏതൊരാളും എന്നതിന് നമുക്കിവിടെ വൺ ഉപയോഗിക്കാം. വൺ ഷുഡ് ഒബേ വൺസ് ഓർഡേഴ്സ്. എന്നാൽ അവൻ്റെ കവിതകളൊന്നും തന്നെ മോശമല്ല, അയാളുടെ എഴുത്തുകളൊന്നും തന്നെ മോശമല്ല എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ഹിസ് പോയംസ് ആർ ബാഡ്. നൺ ഓഫ് ഹിസ് പോയംസ് ആർ ബാഡ്. നൺ ഓഫ് ഹിസ് പോയംസിൻ്റെ നൺ ഓഫ് എന്ന് പറയുമ്പോൾ ഒന്നും എന്ന അർത്ഥത്തിലാണ് അവിടെ നൺ ഉപയോഗിക്കുന്നത്. അതുപോലെ എല്ലാവരും പോയി, എല്ലാവരും പോയി എന്നാണ്. ഓൾ വെയർ ഗോൺ. ഓൾ വെയർ ഗോൺ. ചിലർ മഹാന്മാരായി ജനിക്കുന്നു. സം ആർ ബോൺ ഗ്രേറ്റ്. അപ്പോൾ അവിടെ സം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ വൺ പറഞ്ഞു, നൺ ഓഫ് പറഞ്ഞു, ഓൾ പറഞ്ഞു, സം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമുക്ക്, അതായത് ഇന്ന ആൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ആണ് അല്ലെങ്കിൽ ആളെ നമുക്ക് പറയാൻ, പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റാത്ത ആളുകൾ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ വണ്ണും സമ്മൂഫും നണ്ണും ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ളതാണ് ഈച്ച് ഓഫ്. ഓരോരുത്തരും എന്ന അർത്ഥത്തിൽ ഈച്ച് ഓഫ് ഉപയോഗിക്കാം. എന്നാൽ എയ്തർ ഓഫ് എന്നത് ഓരോന്നും എന്ന് പറയുന്ന ഉപയോഗിക്കാം. എന്നാൽ രണ്ടും കൊള്ളൂല എന്നൊക്കെ പറയില്ല. അപ്പോൾ അതിന് നെയ്തർ ഓഫ് ഉപയോഗിക്കാം. അപ്പം ഈച്ച്, എയ്തർ, നെയ്തർ ഓഫ്, ഈ വേർഡ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതിനകത്ത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചോദ്യഭാഗത്ത് ഉപയോഗിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊനൗൺസാണ് ഹൂ, വാട്ട്, വിച്ച്, ഹൂം. ഇതൊക്കെ അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സുകളൊന്ന് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമുക്കിവിടെ ഇനി പ്രധാനമായിട്ടും നമ്മുടെ എക്സസൈസാണ്. ഞാൻ ഈ തരുന്ന സെൻറ്റൻസുകൾ ശ്രദ്ധിക്കുക, അതിനെ നിങ്ങളൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിച്ചു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ വന്നത് ആരാണ്? ഇപ്പോൾ വന്നത് ആരാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ഞാൻ തന്നെ എൻ്റെ ജോലി ചെയ്തു കൊള്ളാം. ഞാൻ തന്നെ എൻ്റെ ജോലി ചെയ്തു കൊള്ളാം, ചെയ്യാം എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. ഫോർത്ത് ക്വസ്റ്റ്യൻ, നാം നമ്മെ തന്നെ സ്നേഹിക്കണം. നാം നമ്മെ തന്നെ സ്നേഹിക്കണം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നിൻ്റെ പേന ഏതാണ്? നിൻ്റെ പേന ഏതാണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി അറിയേണ്ടവർ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.